ഹലോ, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടല്ലോ ഒരു സോയാബീൻ ഫ്രൈ ആട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സോയാബീൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 2 ഉള്ളിയും 2 തക്കാളി എന്ന് പറഞ്ഞാൽ ചെറിയ തക്കാളിയായിരുന്നു കേട്ടോ. അതിനെ കൊണ്ടാണ് ഞാൻ 2 തക്കാളി എടുത്തത്. ഞാൻ ഈ ഉള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കട്ടെ കേട്ടോ. ഞങ്ങൾ എടുത്തൊക്കെ ഒരുപാട് കോഴിക്കളുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കോഴികളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കൂവി വിളിക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ വീട്ടിൽ ഇവിടെ കോഴിയൊന്നും ഇല്ല കേട്ടോ. അവിടെ ഞങ്ങളടുത്തും എല്ലായിടത്തും കോഴിക്കളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഈ ഉള്ളിലേക്ക് ഒന്ന് തൊലി കളഞ്ഞിട്ട് ഇതിൽ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കും കേട്ടോ. കുറച്ചധികം നേരം തന്നെ ഞാൻ ഇട്ട് വയ്ക്കുന്നുണ്ട്. കാരണം ഉണ്ടല്ലോ ഈ ഉള്ളി ഉണ്ടല്ലോ കുറച്ച് നേരം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിയുന്ന സമയത്ത് കണ്ണത് വരില്ല കേട്ടോ, കണ്ണിരിയില്ല കേട്ടോ. അപ്പം ഞാൻ അതിനെ കൊണ്ട് തന്നെ കുറച്ചൊരു അരമണിക്കൂറൊക്കെ വെള്ളത്തിൽ അങ്ങനെ കട്ട് ചെയ്ത് കണ്ടിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കും കേട്ടോ. അപ്പം ഞാനിതാ ഈ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് സബ്സ്ക്രൈബേഴ്സും ഒക്കെ കുറവാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഞാൻ ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു വരുമാന മാർഗം കിട്ടുകയാണെങ്കിൽ എന്നുള്ള രീതിക്ക് തന്നെ തുടങ്ങിയതാട്ടോ. അല്ലാണ്ട് നമുക്കിപ്പോൾ ഒരു പണിക്ക് പോവുകയെന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മോളെ സ്കൂളിൽ കൊണ്ടാക്കണം, കൂട്ടി കൊണ്ടുവരണം. അപ്പോൾ വീട്ടിലിരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നുള്ളതിലാണ് ഞാൻ യൂട്യൂബിലെ വീഡിയോ ഒക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങളെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണേ. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പം ഞാനിതാ ഈ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ തക്കാളിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. വലിയ തക്കാളിയാണെങ്കിൽ 1 തക്കാളി മതി കേട്ടോ. തക്കാളി നമുക്ക് ഒരുപാടൊന്നും ഇതിലേക്ക് വേണ്ട. അപ്പോൾ ഇത് ചെറിയ തക്കാളി ആയതിനെ കൊണ്ടാണ് ഞാൻ 2 തക്കാളി എടുത്തത്. പിന്നെ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ പച്ചമുളക് ഇല്ലായിരുന്നു കേട്ടോ. അതിനെ കൊണ്ടാണ് ഞാൻ പച്ചമുളക് എടുക്കാഞ്ഞത്. എൻ്റെ കയ്യിൽ കൊണ്ടുവച്ചതൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ രാത്രി ചേട്ടൻ വരുമ്പോഴേ കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും മോന് സ്കൂൾ വിട്ട് വന്നാൽ അവന് ചോറിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അവൻ സ്കൂളിൽ വിട്ട് 7 മണിയാവും വരാൻ. ട്യൂഷൻ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്കും 7 മണിയാവും. അപ്പം പിന്നെ അവൻ ചോറുണ്ണും. അവനാണെങ്കിൽ കറിയൊന്നും കൂട്ടില്ല. അവനെ സോയാബിയോ പൊട്ടറ്റോ വറുത്തതോ അല്ലെങ്കിൽ തൈരോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കൂട്ടിയിട്ടാട്ടോ ചോറുണ്ണുക. അപ്പോൾ അവനെ വെച്ചിട്ടാണ് രാത്രിയിൽ ഇങ്ങനെയൊക്കെ സോയാബിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. മോൾക്ക് പിന്നെ സോയാബീൻ ഒന്നും വലിയ താല്പര്യമുള്ള കാര്യമില്ല. അവൾക്ക് ഉപ്പേരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ ചോറ് തിന്നോളും. അങ്ങനെ ഞാനിതാ സ്റ്റവൊക്കെ കത്തിച്ച് ഒരു കടായി, ഇത് ഞാനുണ്ടല്ലോ ഈ ഒരു കടായി പാന് ഞാൻ ഇൻഡസ് വാലിയിൽ നിന്ന് മേടിച്ചതാട്ടോ. ഞാനൊരു കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ഈ സോയാബീൻ ഒന്ന് ആദ്യം വറുത്തെടുക്കും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരത്തെ തന്നെ അത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് തിരുമ്പി അവിടെ വെച്ചിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് വറുത്തെടുക്കട്ടെ. ഇതൊന്ന് നന്നായി വറുത്തെടുക്കും കേട്ടോ. എൻ്റെ വീഡിയോയിൽ അങ്ങനെ പല സൗണ്ടുകളും കേൾക്കാം. അപ്പുറത്തെ ഒരു വീട്ടിൽ വീട് പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ സൗണ്ടും ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത്. അപ്പം ഞാൻ ഇങ്ങനെ ഇതൊക്കെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനുണ്ടല്ലോ ഈ വറുത്ത് കോരി എടുത്ത് സോയാബീൻ മാറ്റി വെച്ച് ഇതേ പാനിൽ തന്നെയാട്ടോ നമ്മൾ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഉള്ളി വഴറ്റാനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു കറാമ്പട്ടയും 2 ഏലക്കായും ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ഒന്നിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാനിതൊന്ന് നന്നായി വഴറ്റിയെടുക്കുകയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഞാൻ എൻ്റെ ഈ വീഡിയോയ്ക്ക് ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളിത് അറിഞ്ഞിട്ടൊന്നുമല്ല, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലേക്കാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നതും ഒക്കെ. നമ്മളിത് തുടക്കത്തിൽ നമുക്ക് എങ്ങനെ എന്താ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെതായ കുറ്റങ്ങളും കുറവുകളൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിത് ഈ ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉള്ളി നന്നായി വഴണ്ടി വന്നപ്പോൾ ഞാനുണ്ടല്ലോ അതിലേക്ക് ഇതാ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ പച്ചമുളക് വേണ്ടിയിരുന്നിട്ട് എൻ്റെ കയ്യിൽ പച്ചമുളക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ കൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇടാഞ്ഞത് കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. അല്ലാണ്ട് ഇനി മുളക് പൊടി ഞാനിതിൽ ചേർക്കില്ല. നമ്മൾ സോയാബീൻ വറുത്ത് വെച്ചതിൽ മുളകും പൊടിയൊക്കെ ഇട്ടിട്ടാണോ വറുത്ത് കോരി വെച്ചത്. അപ്പം പിന്നെ ഇനി കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാൽ ഭയങ്കര എരിവാകും. അപ്പം ഞാനൊരു ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ ഇതിലേക്ക്. അങ്ങനെ തക്കാളിയൊക്കെ ഒന്ന് നല്ല വഴണ്ടി വന്നപ്പോൾ ഞാൻ ഒന്നിച്ച് നല്ല മിക്സാക്കി എടുക്കുന്നുണ്ട് ഉള്ളിയും തക്കാളിയും കൂടി. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഈ വറുത്ത് വെച്ച അതിന് ശേഷം ഞാനിതാ കുറച്ച് മഞ്ഞൾപ്പൊടിയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതാ വലിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. വലിയ ജീരകത്തിൻ്റെ പൊടി ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഒരു ഇത്തിരി. അത് കഴിഞ്ഞ് ഒരു തിരി ഇതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ഇല്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കട്ടെ. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷമാട്ടോ ഞാൻ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന വറുത്ത് വെച്ച് സോയാബീൻ നന്നായി അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഞാൻ ഒരിത്തിരി നേരം, ഒരു ലേശം നേരം, ഒരു 2-3 മിനിറ്റ് അത്രയേ ഉള്ളൂ അടച്ച് വെക്കും കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് സ്റ്റവിന് തിരിയൊക്കെ ഒന്ന് നന്നായി താത്തി വെച്ചതിന് ശേഷം ഒന്ന് 2-3 മിനിറ്റ് നേരം അടച്ച് വെച്ചുകൊണ്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കും കേട്ടോ അത്. അപ്പം നമുക്കിത് ഈ ഒരു രീതിയിലേക്കാട്ടോ അത് കിട്ടുക. അങ്ങനെ ഒന്നൊന്നും തൊടാത്ത രീതിയിലേക്ക് നമുക്കത് കിട്ടും. അതിന് ശേഷം ഞാനിതാ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിൻ്റെ ഇലയുണ്ട് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിലേക്കാട്ടോ നമുക്ക് സോയാബീൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ ഇനി ഞാൻ ഉണ്ടല്ലോ ഈ ചട്ടിയിൽ ഇത് ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ അടച്ചു വയ്ക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.